വെള്ളം വെള്ളം സർവത്ര വെള്ളം കുടിക്കാനുള്ളൊരു തുള്ളി പോലും. പ്രവാസിയുടെ കഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ചെകുത്താനും കടലിനും ഇടയ്ക്കപ്പെട്ട അവസ്ഥ. ജലദോഷം മുതൽ ക്യാൻസർ വരെ പാരസെറ്റമോൾ ചികിത്സിക്കുന്ന മുറിവൈദ്യന്മാരുടെ അവസ്ഥയാണ് ഇപ്പോൾ പല പ്രവാസി സംഘടനകൾക്കും. 33 കോടി സംഘടനകളുണ്ടത്രേ ഇന്ത്യക്കാർക്കായി ഈ അറബി നാട്ടിൽ. അതിൽ പാതിയിലേറെയും മലയാളി സംഘടനകൾ. പ്രവാസി സമൂഹത്തിലെ മധ്യവരേണ്യ വിഭാഗങ്ങളിലെ ഓഫീസർമാർക്കും അവരുടെ കെട്ടികൾക്കും കുട്ടികൾക്കും വാരാന്ത്യങ്ങൾ മനോഹരമാക്കാൻ ഒരു സ്ഥലം അഥവാ ഒരു സംവിധാനം. കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ സംഘടനകൾക്ക് ഒരു MLA-യോ ഒരു മന്ത്രിയെയോ കിട്ടാതിരിക്കില്ല സ്വീകരണം നൽകാൻ. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ ഇക്കൂട്ടർക്കും ബഹുസന്തോഷം. പറ്റിയാൽ ഒരു പക്കമേളവും താലപ്പൊലിയും ഗുരുവായൂർ കേശവനെ വെല്ലുന്ന കട്ടൗട്ടും ഉണ്ടെങ്കിൽ പരിപാടി പത്രത്തിലും ചാനലിലും ഗംഗേമമായി വരും. ആനന്ദലബ്ധിക്ക് ഇതിൽ പരം എന്ത് വേണം? ഇവരൊക്കെ പ്രവാസിയുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ടോ? മലയാളി ആത്മഹത്യകൾ പെരുകുന്നു. ദേശീയ വിമാന കമ്പനി പണിമുടക്കിയിട്ട് 2 മാസം. മറുവാക്കിന് ചോദിക്കാനുള്ളത് ഇതാണ്: എന്തിനീ വിഡ്ഢികളെ ഇനിയും താങ്ങുന്നു? ഇനി സ്വീകരണം, ചർച്ച എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു മന്ത്രി കടല് കടക്കാൻ ഒരുമ്പെട്ടാൽ ഇവരെ ചാണകച്ചൂലുകൊണ്ട് അടികൊടുക്കാൻ ചങ്കൂറ്റമുള്ള എത്ര സംഘടനകൾ ഇന്ന് UAE-യിലുണ്ട്? ശേഷം ഭാഗം ചിന്ത്യം.